ഫയർഫോഴ്സ് DGP യോഗേഷ് ഗുപ്തയ്ക്ക് വീണ്ടും സർക്കാരിന്റെ കുരുക്ക്. DGP യോഗേഷ് ഗുപ്തയ്ക്കെതിരായ ഉന്നതതല അന്വേഷണത്തിൽ ചീഫ് സെക്രട്ടറി ഉടൻ റിപ്പോർട്ട് കൊടുക്കും. വിജിലൻസ് ഡയറക്ടറായിരിക്കെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. യോഗേഷ് ഗുപ്തയുടെ കേന്ദ്ര ഡെപ്യൂട്ടേഷനെ തടയിടാനാണ് സർക്കാരിന്റെ നീക്കം. റാഫി കരീം വിവരങ്ങളുമായി ചേരുന്നു. പറയൂ റാഫി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യോഗേഷ് ഗുപ്തയ്ക്കെതിരായ കുരുക്ക് കൂടുതൽ മുറുക്കുകയാണ് സർക്കാർ. പുതിയ നീക്കത്തിലൂടെ യോഗേഷ് ഗുപ്തയുടെ കേന്ദ്ര സർവീസിലേക്കുള്ള എംപാനൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കൂടുതൽ കുരുക്ക് മുറുക്കി സർക്കാർ നീക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയ നീക്കം യോഗേഷ് ഗുപ്തയ്ക്കെതിരായ ഒരു അന്വേഷണമാണ്. വിജിലൻസ് ഡയറക്ടറായിരിക്കെ അധികാര ദുർവിനിയോഗം നടത്തി എന്നുള്ളതാണ് സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ സ്വന്തം താൽപ്പര്യപ്രകാരം കേസുകൾ അന്വേഷിച്ചു എന്നൊരു കണ്ടെത്തൽ കൂടി സർക്കാർ ണ്ട്. ഇതിന്റെ ഭാഗമായാണ് നിലവിൽ അന്വേഷണം നടത്താനുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉടൻ തന്നെ ചീഫ് സെക്രട്ടറി സർക്കാരിന് നൽകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കെ എബ്രഹാമിൻ്റെ അടക്കമുള്ള കാര്യങ്ങളിൽ നടത്തിയ ഇടപെടലുകളും ഈ അന്വേഷണ പരിധിയിൽ വരും. കഴിഞ്ഞ ദിവസം DGP റവാഡ ചന്ദ്രശേഖരന് നൽകിയ ഒരു കത്തുണ്ടായിരുന്നു. പോലീസിന്റെ പ്രവർത്തനം സംബന്ധിച്ച് നൽകിയ കത്ത് ചോർന്നതിലും അന്വേഷണം നടക്കുന്നുണ്ട്. ഈ കത്ത് ഏതെങ്കിലും തരത്തിൽ അച്ചടക്ക ലംഘനമാണോ എന്നും അച്ചടക്ക ലംഘനത്തിൻ്റെ പരിധിയിൽ വരുമോ എന്നുള്ള കാര്യവും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ സർക്കാരിൻ്റെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് അവിമതനാണ് ഫയർഫോഴ്സ് മേധാവിയായ യോഗേഷ് ഗുപ്ത. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എംപാനൽ ചെയ്യുന്നതിന് ആവശ്യമായ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനായി 9 തവണയാണ് കേന്ദ്രം സർക്കാരിനെ സമീപിച്ചത്. എന്നാൽ ഈ സർട്ടിഫിക്കറ്റ് സർക്കാർ നൽകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനുശേഷം ട്രൈബ്യൂണലിനെ സമീപിക്കുന്ന ഒരു നീക്കമുണ്ടായിരുന്നു. ഇന്നലെയാണ് ട്രിബ്യൂണൽ ഇത് പരിഗണിച്ചത്. എന്നാൽ ഇതിന് പിന്നാലെയാണ് സർക്കാർ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുള്ള വിവരം പുറത്തു വരുന്നത്. എന്തായാലും ഈ സർക്കാരിനെതിരെ വിജിലൻസ് ഡയറക്ടറായിരുന്നപ്പോൾ സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഈ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൻ്റെ തന്നെ കാരണം ഈ സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഫയർഫോഴ്സ് മേധാവി ആയതിനു ശേഷമാണ് കേന്ദ്ര സർവീസിലേക്ക് പോകാനുള്ള ഒരു അവസരം ലഭിക്കുന്നത്, എംപാനൽ ചെയ്യപ്പെടുന്നതും. ഈ എംപാനലിൻ്റെ ഭാഗമായി ഉണ്ടായേണ്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ സർക്കാർ വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യോഗേഷ് ഗുപ്ത തന്നെ വിവരാവകാശ നിയമപ്രകാരം ഇത് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് ഇത് നൽകാൻ കഴിയില്ലെന്ന മറുപടി നൽകുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ളൊരു അന്വേഷണം യോഗേഷ് ഗുപ്തയ്ക്കെതിരെ സർക്കാർ തലത്തിൽ നടത്താനുള്ള തീരുമാനവും ആ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതും. എന്തായാലും ഈ DGP തലപ്പത്ത് നടക്കുന്ന ഈ പ്രശ്നങ്ങൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെറുതല്ലാത്ത ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും. ഇത്തരത്തിൽ